സംസ്ഥാന ബജറ്റ് സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള ആമുഖ പ്രഭാഷണമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ ആരോഗ്യ മേഖലയും സാമ്പത്തിക രംഗവും അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെ നേർവിപരീത ദിശയിലാണ് സർക്കാർ സഞ്ചരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും കരിമണൽ ഖനനം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തിന്റെ ധാതു സമ്പത്ത് സ്വകാര്യ കുത്തകകൾക്ക് നൽകാനുമാണ് നീക്കം. ആരോഗ്യ വകുപ്പിന്റെ അവലോകന യോഗങ്ങൾ പോലും നടക്കുന്നില്ല. നിയമപരമായി തിരിച്ചെത്തിയിട്ടും DHSന് ചുമതലയേൽക്കാൻ കഴിയാത്ത സാഹചര്യം സർക്കാർ പരിഹരിക്കുന്നില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആരോഗ്യ മേഖലയിൽ 1000 കോടി രൂപയുടെ കുറവാണ് ബജറ്റിൽ വരുത്തിയിരിക്കുന്നത്. ഇത് മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഭൂപരിഷ്കരണം അട്ടിമറിച്ച് കോർപ്പറേറ്റുകൾക്ക് ഭൂമി നൽകാനുള്ള ഭൂപരിഷ്കരണം 2 എന്ന പദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്ര എല്ലാം അദാനിക്ക് വിൽക്കാനായിരുന്നെന്ന് ഇപ്പോൾ വ്യക്തമായതായും അദ്ദേഹം പരിഹസിച്ചു. ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ബാധിക്കുന്ന ക്ഷേമ പെൻഷൻ വർധനവിനെ കുറിച്ച് ബജറ്റിൽ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ലൈഫ് പദ്ധതി, കുടുംബശ്രീ എന്നിവയെ കുറിച്ചും ബജറ്റിൽ പരാമർശമില്ല. തൊഴിലുറപ്പ് പദ്ധതിക്കായി നീക്കിവെച്ച 1400 കോടി രൂപ ഒന്നിനും തികയില്ലെന്നും ചുരുങ്ങിയത് 2200 കോടി രൂപയെങ്കിലും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ദിരാ ഗ്യാരണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായി കേവലം 10 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചതെന്നും യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്നതൊന്നും ബജറ്റിലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.